ഇവിടെ മാധ്യമങ്ങളും മുഖ്യമന്ത്രിയും തമ്മിൽ എന്ത്? ഇതാണല്ലോ ചോദ്യം. മുൻ മുഖ്യമന്ത്രി ആണ് നമ്മുടെ മുൻപിലുള്ള ഒരു മാതൃക, പിണറായി വിജയൻ. മറ്റൊരു മാതൃക ഇപ്പോൾ പുതിയതായി മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചേർന്ന വി.ഡി. സതീശൻ. കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽസാണ്. മാധ്യമങ്ങളെ ഈ രണ്ടു പേരും ഡീല് ചെയ്യുന്നതിന് വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും വ്യത്യസ്തമായ ശൈലികളുണ്ട്. ഒരു വ്യക്തിയുടെ ശൈലിയാണ്. പക്ഷേ മാധ്യമങ്ങളോട് നിർദാക്ഷിണ്യം പെരുമാറുകയും തുറച്ചു നോക്കലുകൾ, ചില സമയത്ത് ചില മാധ്യമപ്രവർത്തകരുടെ ശാരീരിക സാന്നിധ്യം ചില ഇടങ്ങളിൽ വേണ്ട എന്ന് തോന്നിയാൽ കടക്ക് പുറത്ത് എന്ന് സ്റ്റേൺ വോയിസിൽ പറയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ചിലപ്പോൾ അസഹിഷ്ണുതയോടെ പെരുമാറിയിരുന്ന ശ്രീ പിണറായി വിജയൻ. അതൊരു വശം, ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യം ആണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് തെറ്റുപറ്റില്ലല്ലോ, കമ്മ്യൂണിസ്റ്റുകൾ ചോദ്യം ചെയ്യപ്പെടാൻ അർഹതയുള്ളവരല്ല, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത, തങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തങ്ങളുടെ പാർട്ടി അത് തിരുത്തിക്കോളും, പാർട്ടിയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പാർട്ടിക്കാരുടെ മാത്രം നേതാവല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. ജനപക്ഷത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങൾ ചോദിക്കും, ചില അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കും, പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളെക്കുറിച്ച് ചോദിക്കും, പിണറായിയുടെ ചില ചെയ്തികളെക്കുറിച്ച് ചോദിക്കും, അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കും, ശബരിമല സ്വർണ്ണക്കൊള്ള ഇടപാടുകളെക്കുറിച്ച് ചോദിക്കും, തങ്ങളുടെ പിണറായി വിജയനോ നേതാക്കളോ ആരോപണ വിധേയരായ ചിലരെ ചേർത്ത് നിർത്തുന്നതിനെക്കുറിച്ച് ചോദിക്കും. നിരന്തരമായി ചോദ്യം ചെയ്യലിലൂടെയാണല്ലോ ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഒരു വശം. അപ്പോൾ ഇത് കേട്ട് 10 വർഷം നിരന്തരമായി പിണറായിയുടെ രീതികൾ കേട്ട് പഴകിയ, കാരണം പരമാവധി പത്രക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പത്രക്കാരനും പ്രവേശനമില്ല. സാധാരണ ജനങ്ങളെ പോലും ഫിൽറ്റർ ചെയ്ത് മാത്രം കടത്തിവിടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് യുദ്ധസമാനമായ സാഹചര്യമാണ്. അവിടെ ഒരു ഇച്ചയ്ക്ക് പോലും കടക്കാനാവാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ്, ഒന്നും തെറ്റൊന്നുമല്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഒരു മനോദൗർബല്യമുള്ള ഒരാൾ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി കസേരയിൽ ഒരിക്കൽ കയറി ഇരുന്നത് വാർത്തയായതാണ്. ആർക്കും കയറി വരാവുന്ന, എപ്പോഴും തുറന്നിട്ട വാതിലുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിനുശേഷം കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ഒരു ജനകീയ പരിപ്രേക്ഷ്യമുള്ള, ജനങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രി, ജനഹിതമനുസരിച്ച് പാർട്ടിക്ക് പെരുമാറേണ്ടി വന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ട മുഖ്യമന്ത്രി. പല വിശേഷണങ്ങളാണ് ശ്രീ വി.ഡി. സതീശന്. അപ്പോൾ ഇത് പിണറായി വിജയനെ കുറിച്ചുള്ള അനാലിസിസ് അല്ല. വി.ഡി. സതീശൻ പത്രലേഖകരെ, ടെലിവിഷൻ ക്യാമറയെ, അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന അന്വേഷണം. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനമുണ്ടായിരുന്നു. പത്രക്കാരുടെ മുമ്പിൽ പതിവ് പോലെ വളരെ അക്ഷോഭ്യനായി നിന്ന് താത്വികമായി വിശകലനം ചെയ്യുന്ന ശ്രീ വി.ഡി. സതീശൻ്റെ ചിത്രം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു സ്റ്റേജാണ് എന്ന സൂചനയാണ് വരുന്നത്. കുറേയൊക്കെ അഭിനയിക്കാം. മുഖ്യമന്ത്രി തികഞ്ഞ അഭിനേതാവാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല അഭിനയമുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാകും. ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന, കറക്റ്റ് ഓപ്റ്റിക്സ് സൃഷ്ടിച്ച് അത് റീലാക്കാൻ തക്ക ഒരു പരുവത്തിൽ നിന്നു കൊടുക്കുന്നു. അദ്ദേഹം റീലാക്കുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ റീലാക്കാവുന്ന കൊട്ടേഷൻസ്, റീലാക്കാവുന്ന ചേർത്തുപിടുത്തങ്ങൾ, റീലാക്കാവുന്ന ഇടപെടലുകൾ നിരവധി അനവധി എണ്ണിപ്പറയാം. വയറിൽ കത്രിക പോയ ഹർഷി നായിക്ക് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ജോലി, നല്ല ഒപ്റ്റിക്സാണ് അല്ലേ. യദുവിനെ തിരിച്ച് ട്രാൻസ്പോർട്ടിൽ ജോലി, നല്ല ഒപ്റ്റിക്സാണ്. എത്രയോ കേസുകളിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു വൃദ്ധ മാതാവ് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് വരികയാണ്. രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാരാണെന്ന്. പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ അത് അടിച്ചു വരികയാണ്. എവിടെ നല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യാം എന്നത് വി.ഡി. സതീശനോളം ഇന്നറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനുമില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങൾ
ക്യാമറ കണ്ണുകളിലൂടെയും അല്ലാതെയും നോക്കിക്കണ്ട കേരളീയർ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ്റെ ശരീരചലനങ്ങൾ കൂടി ഒന്ന് കമ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നല്ല ഓർമ്മശക്തിയുള്ളവർ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപുള്ള വി ഡി സതീശൻ, കേവലം പറവൂർ MLA മാത്രമായിരുന്ന വി ഡി സതീശൻ്റെ വാക്കുകൾ, പ്രഭാഷണങ്ങൾ, ശരീരചലനങ്ങൾ, ഇത് 3 കാര്യങ്ങളാണ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത്. ഒന്ന്, പറവൂർ MLA ആയി 4 തവണ ഉണ്ടായിരുന്ന വി ഡി സതീശൻ 5ാം തവണ ജയിച്ചു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായി, അപ്പോഴത്തെ കാര്യം 2ാം ഊഴം. 3, ഇപ്പോൾ 6ാം തവണ ജയിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ. ഇതൊക്കെ തമ്മിൽ ലേശം അന്തരമുണ്ട്. നല്ല രൂപമാറ്റം വന്നിട്ടുണ്ട്, സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പൊതു അപ്പിയറൻസിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വളരെ സൗഹൃദപരമായി എല്ലാവരോടും പെരുമാറുന്ന, ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം ഉമ്മൻചാണ്ടി അത് ചേർത്ത് പിടിക്കുമ്പോൾ അതിലൊരു ഒരു സ്വാഭാവികത ഉണ്ടായിരുന്നു. സതീശൻ്റേത് സ്വാഭാവികത ഉണ്ടാക്കാൻ തക്ക ഒരു അഭിനയ ശൈലിയാണ് എന്ന് ചിലർ പറയുമ്പോൾ, അല്ല, അത് സ്വതസിദ്ധമായ ഒരു സിദ്ധി തന്നെയാണ് എന്ന് മറ്റു ചിലർ വ്യാഖ്യാനിക്കുന്നു. അതെന്ത് തന്നെയാണെങ്കിലും ശരി, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഏറ്റവും അധികം ചോദ്യം നേരിടേണ്ടി വന്നത് രത്തൻ ഖേൽക്കറുടെ നിയമനത്തെക്കുറിച്ചാണ്. രത്തൻ ഖേൽക്കർ നമുക്കറിയാമല്ലോ, ഇടതുപക്ഷ മുന്നണിയുടെ സമയത്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസറായി 3 പേരുടെ പാനൽ കൊടുക്കുന്നു. അപ്പോൾ അനഭിമതനായ ഒരാളെ പാനലിൽ ഇടില്ലല്ലോ. ഈ 3 പേരുടെ പാനലിൽ നിന്നും കേന്ദ്രം നിയോഗിച്ചത് രത്തൻ ഖേൽക്കറെയാണ് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത്. അപ്പം കേന്ദ്രത്തിന് സ്വീകാര്യനാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന്, അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകാര്യനാണ്. സതീശൻ ഇപ്പോൾ പത്രക്കാരോട് വളരെ സൗമ്യമായി പറയുന്നത്, ഇപ്പോൾ തങ്ങൾക്ക് അദ്ദേഹം എന്തിന് അസ്വീകാര്യനാവണം? BJPക്ക് സ്വീകാര്യനായതുകൊണ്ടോ ഇടതുപക്ഷത്തിന് സ്വീകാര്യനായതുകൊണ്ടോ തങ്ങൾക്ക് അസ്വീകാര്യനാകേണ്ട കാര്യമില്ലല്ലോ. നളിനി നെറ്റോയുടെ കാര്യം എടുത്തു പറയുന്നു. ഇടതുപക്ഷക്കാർ നിയമിച്ചിരുന്നു, UDF വന്നപ്പോൾ നിയമിച്ചു, ചീഫ് സെക്രട്ടറി വരെയായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറിയായി ജോലി ചെയ്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഇതൊക്കെ സിവിൽ സർവൻസിനെ, ഒരു IASകാരനെയോ IASകാരിയോ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൻ്റെ തലപ്പത്ത് സെക്രട്ടറിയായി വരുന്നത് സ്വാഭാവികമായ കാര്യമാണ്. വി ഡി സതീശൻ കൃത്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു. താൻ ഫിനാൻസ് മിനിസ്റ്ററാണ്, തുറമുഖത്തിന് ജോലിയുള്ള മന്ത്രിയാണ്, ഫിനാൻസിന് ചുമതലയുള്ള മന്ത്രിയാണ്, നിയമത്തിന് ചുമതലയുള്ള മന്ത്രിയാണ്, പൊതുഭരണത്തിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. 4 ഫോൾഡാണ് തൻ്റെ പോർട്ട്ഫോളിയോ. അതിൽ കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞത് താനാണ്. അപ്പം അത്ഭുതകരമായ രീതിയിൽ, തൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയകരമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കേരള ഇക്കോണമി ഹാസ് ടു ബി പുട്ട് ബാക്ക് ഓൺ ട്രാക്ക്. ഇതിന് സാധിക്കുന്ന നല്ല കഴിവുള്ള, നല്ല ചടുലതയുള്ള ഒരു സെക്രട്ടറി ആവശ്യമുണ്ട്. കടൽ കിഴവന്മാരെ അല്ല ആവശ്യം. പറയാതെ പറഞ്ഞു വെക്കുന്നത്, കാലാവധി പൂർത്തിയായി പുറത്തു പോയ ശ്രീ KM എബ്രഹാമിനെ പിണറായി വിജയൻ സർക്കാർ തിരിച്ചു കൊണ്ടുവന്നല്ലോ. 1 അല്ല 2 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക ഡ്യൂട്ടിയിൽ നിയമിച്ചല്ലോ. ഇതെല്ലാം നമ്മുടെ മുന്നിൽ പാഠപുസ്തകങ്ങളായിരിക്കെ ഇപ്പോൾ സർവീസിലുള്ള താരതമ്യേന ചെറുപ്പമായ, കേവലം 2003 മാത്രം സിവിൽ സർവീസിലേക്ക് വന്ന രത്തൻ ഖേൽക്കർ എന്ന കഠിനാധ്വാനിയായ കളക്ടറെ, അല്ലെങ്കിൽ IASകാരനെ, മുൻ കളക്ടറാണ്, മുൻ സബ് കളക്ടറായിരുന്നു, ദേവികുളം സബ് കളക്ടറായിരുന്നു, പിന്നീട് പല പല തസ്തികകൾ വഹിച്ചു, മുൻപ് ഫൈനാൻസിൻ്റെ ചുമതല വഹിച്ചിരുന്ന സെക്രട്ടറിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. തൻ്റെ കൂടെ താൻ അങ്ങ് കൂട്ടി. അതിനാർക്കാ ഇത്ര ദണ്ണമെന്ന് വളരെ സമൃദ്ധമായി, ഇതൊക്കെ ഒരു സാമർഥ്യമാണ്. ഇത് മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ള മട്ടിലായി. ഇടതുപക്ഷം എന്തൊക്കെയാണ് പറഞ്ഞത്, BJP എന്തൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ 20,000-ഓളം വോട്ടുകൾ വെട്ടി നിരത്താൻ സാഹചര്യമൊരുക്കിയത് രത്തൻ ഖേൽക്കറുടെ പിടിപ്പുകേടാണ്. അല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചോരി നടത്തുന്നു. രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് 40 വട്ടം പുരപ്പുറത്ത് കയറി വിളിച്ചു കൂവുന്നു, വോട്ട് ചോരി. ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന രത്തൻ ഖേൽക്കറെ ചൂടാറുന്നതിന് മുൻപ് തന്നെ, തൻ്റെ ഒരു ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അത് ടെർമിനേറ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രി തൻ്റെ സെക്രട്ടറിയായി എന്തിനു നിയമിച്ചു? ബംഗാളിൽ അന്നത്തെ ചുമതലയുണ്ടായിരുന്ന ഇലക്ഷൻ ഓഫീസറെ ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അത് ഫൗളെന്നല്ലേ പറഞ്ഞത്?
അത് തെറ്റായി പോയി. അതിനിശ്ചിതമായി ബംഗാളിലെ നിയമനത്തെ വിമർശിച്ച രാഹുൽ ഗാന്ധിക്ക് വി.ഡി. സതീശൻ ചെയ്തതിനോട് എന്താണ് പറയാനുള്ളത്? അത് ബി ജെ പിയും കോൺഗ്രസും LDFും കോൺഗ്രസിനോട് ചോദിച്ച ചോദ്യമാണ്. വളരെ സമൃദ്ധമായിട്ടല്ലേ സതീശൻ മറുപടി പറഞ്ഞത്? അതൊരു ടാക്ടിക്സാണ്, അതൊരു കഴിവാണ്. അപ്പം തൻ്റെ ഒരു ഇച്ഛാശക്തി, തൻ്റെ കൺവിക്ഷൻ, ഇത് ബംഗാൾ പോലെയല്ല, കേരളത്തിൽ വോട്ട് ചോരി നടന്നിട്ടില്ല. അപ്പം സതീശൻ പറയുന്നൊരു വാക്കുകൾ നോക്കൂ. വോട്ട് ചോരി നടന്നെങ്കിൽ ഇപ്പം രത്തൻ ഖേൽക്കർ കോൺഗ്രസിന് വേണ്ടി BJP നിയമിച്ച, അല്ലെങ്കിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന രത്തൻ ഖേൽക്കർ കോൺഗ്രസിന് 102 സീറ്റ്, UDFന് 102 സീറ്റുകൾ നേടിക്കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണോ താൻ അദ്ദേഹത്തെ നിയമിച്ചത്? അത് ഇടതുപക്ഷത്തിനും BJPക്കും ഇട്ടൊരു കൊട്ടാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ചാതുരിയോടെ അവതരിപ്പിക്കാൻ വി.ഡി. സതീശന് കഴിയുന്നു. അപ്പോൾ പത്രസമ്മേളനം ആരെയും പിണക്കാതെ തന്നെ പത്രക്കാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി. അപ്പോൾ ആരോപണങ്ങൾ നിരവധി ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങളൊന്നുമല്ല എങ്കിൽ പോലും അപാകതകൾ നിരവധി ചൂണ്ടിക്കാട്ടി. അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ ചുമതലയേറ്റതിന് ശേഷം ചെയ്ത കറക്റ്റീവ് മെഷേഴ്സ്, രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ, അത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും കൂടെ ഉണ്ടായിരുന്ന 4 പേരും 5 പേര്, അവർക്കെതിരെ വളരെ ചടുലതയോടെയല്ലേ, ദ്രുതഗതിയിലല്ലേ UDF ഗവൺമെൻറ് നീങ്ങിയത്. അപ്പോൾ ഇതൊരു ഇച്ഛാശക്തിയുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ. അത് രമേശ് ചെന്നിത്തലയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. സതീശൻ രമേശ് ടീം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാൽ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, സതീശൻ ഗ്രൂപ്പ്, ഇവയൊക്കെ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം ഇവിടെ നടക്കും. പക്ഷേ നിലവിൽ യാതൊരു രീതിയിലും ആകെയുള്ള ഏക ഇറിറ്റൻ്റ് ഈ വി.ഡി. സതീശൻ നടത്തിയ സെക്രട്ടറി നിയമനത്തെക്കുറിച്ച്, കേൽക്കറുടെ നിയമനത്തെക്കുറിച്ച് ഈ KC വേണുഗോപാലോട് ചോദിച്ചപ്പോൾ അതൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവ് അല്ലേ എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയതല്ലാതെ അത് പൂർണ്ണമായി ഡിഫെൻഡ് ചെയ്യുന്ന KC വേണുഗോപാലിനെ കണ്ടില്ല. അപ്പം അവിടെ നാളെ KC പിടിമുറുക്കും എന്നൊക്കെയുള്ളത് മാധ്യമ നറേറ്റീവ് മാത്രമാണ്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ വിത്തിൻ കൊട്ടേഷനാണ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്ത ഒരു രീതിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നു മറ്റൊരു രീതിയിൽ. ഈ കൈകാര്യം എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്, അതുകൂടി ഓർക്കുക. അപ്പം അതുകൊണ്ട് എന്ത് മുഖ്യമന്ത്രി പറയുന്നു എന്നതല്ല, ഏതാനും മാസം കഴിഞ്ഞ് നമുക്കൊന്ന് പുനരവലോകനം ചെയ്യേണ്ടി വരും. ഇത് കേവലം പൂക്കി ചിരി മാത്രമാണോ? കണ്ണിറക്കിയ ഒരു ചിരിയുണ്ടല്ലോ, അതുൾപ്പെടെ ഈ മലയാളിയുടെ കൽബിലൊരിടം നേടാൻ വി.ഡി. സതീശൻ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അസാമാന്യമായ വൈഭവം. ഈ കണ്ണിറക്കിയുള്ള ചിരിയും തലയാട്ടലും ചേർത്ത് പിടിക്കലും ചിരിയും മറ്റ് അഭിനയങ്ങളും ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് അഭിനയമാണോ ഉള്ളിൽ നിന്ന് വരുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ മലയാളികൾ കഴിയും. അപ്പം ഞാൻ അർത്ഥോക്തിയിലാണ് നിർത്തുന്നത്. വി.ഡി. സതീശൻ ഒരു കൊച്ചു കള്ളനാണെന്നല്ല പറഞ്ഞു വരുന്നത്, വെറും അഭിനയം മാത്രമാണെന്നല്ല പറഞ്ഞു വരുന്നത്. അഭിനയമാണോ അല്ലയോ എന്ന് കതിരും പതിരും തെളിയണമെങ്കിൽ കോഴിമുട്ട വിരിഞ്ഞ് പൂവനും പിടയും തിരികാന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇതൊന്ന് തിരിഞ്ഞ് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഇത് കൊള്ളാമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി കൊള്ളാമല്ലോ, പൂക്കി ചീഫ് മിനിസ്റ്റർ കൊള്ളാം, പിള്ളേർ സെറ്റൊക്കെ ഞങ്ങൾ ബോധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തൽക്കാലത്തേക്ക് മാധ്യമങ്ങൾ നൽകുന്നൊരു ഒപ്റ്റിക്സാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തടലേറ്റി നടത്തുന്നതും മാധ്യമങ്ങൾ. മാളികപ്പുറത്തേറിയ മന്നൻ്റെ സതീശൻ്റെ തോളിൽ മാറാപ്പ് കേറ്റാവുന്നതും മാധ്യമങ്ങൾ. അന്ന രീതിയിൽ വരുമോ അറിയില്ല. സെലിബ്രേഷൻ, മീഡിയ സെലിബ്രേറ്റ്, എവറി സെലിബ്രിറ്റി ഈസ് സെലിബ്രേറ്റഡ് ബൈ ദ മീഡിയ. ആദ്യം വാനോളം പുകഴ്ത്തിയ അതേ മാധ്യമങ്ങൾ തന്നെയാവും താഴെ ഇടുക. കാരണം മാധ്യമങ്ങൾ നൽകുന്ന ഒരു ട്രെൻഡിങ്ങിൻ്റെ പുറകെയാണ് മാധ്യമങ്ങൾ പലപ്പോഴും. ഒരു ട്രെൻഡിങ്ങാണ്. ഇപ്പോൾ സതീശനാണ് ട്രെൻഡിങ്. ആ ട്രെൻഡിങ് തുടരുന്നു, അഭംഗുരം തുടരുന്നു. പക്ഷേ ഇതിനൊരു അവസാനമുണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ്? കുത്തിത്തിരിക്കാനാണെന്ന് ചിലർ പറയും. അല്ല, ഒരിക്കലുമല്ല. ഇത് കതിരും പതിരും ഇപ്പോൾ കാട്ടുന്ന ഒരു വലിയ സൗഹൃദ മനോഭാവമുണ്ട് ശ്രീ വി.ഡി. സതീശൻ. പക്ഷേ ചില കാർക്കശ്യമുള്ള നിലപാടുകൾ അതിനുള്ളിലുണ്ട്. അത് കേരളത്തെ ഉദ്ധരിക്കാനാണെങ്കിൽ നല്ലത്, ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാനാണെങ്കിൽ നല്ലത്, സമ്പദ് വ്യവസ്ഥയെ
ബാക്ക് ഓൺ ട്രാക്ക് ആക്കാനാണെങ്കിൽ നല്ലത്. നരേന്ദ്രമോദി പറഞ്ഞതിന് സമാനമായ കാര്യങ്ങൾ വി.ഡി. സതീശൻ നാളെ പറയേണ്ടി വരുമോ? ലേശം മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും, കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടി വരും. ഇത് മോദി പറഞ്ഞപ്പോൾ നമ്മൾ വിമർശിച്ചു. വി.ഡി. സതീശനും അതേ രീതിയിൽ പറയേണ്ടി വരില്ലേ? വാരിക്കോരി സൗജന്യങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പേരിൽ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് തക്ക നടവരവ്, അതിന് തക്ക വരുമാനം ഖജനാവിൽ ഉണ്ടാക്കാനുള്ള വിദ്യ, ആ വിദ്യയുമായി സതീശൻ ആൻഡ് ടീം, പ്രത്യേകിച്ച് സെക്രട്ടറിയായ രത്തൻ ഖേൽക്കർ ഉൾപ്പെടെയുള്ള ടീം രംഗത്ത് വരുമ്പോൾ അത് പ്രാവർത്തികമാക്കി പ്രോഗ്രസ് കാർഡിൽ കാട്ടാനാവുമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പുക്കിച്ചിരിയും കള്ളച്ചിരിയും അത് കള്ളച്ചിരി ആയിരുന്നില്ല, ഹൃദയത്തിൻ്റെ ആട്ടിത്തട്ടിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ ചിരിയാണ് എന്ന് അപ്പോൾ പറയാൻ സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.